ആദ്യമായിട്ട് തന്നെ നമ്മളോട് ഒരു എഡ്യൂക്കേഷണൽ തിങ്കറിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ അനഘയെ സ്വാഗതം ചെയ്തു. When I start, education is the manifestation of the പ്രൊഡക്ഷൻ that exists in ourselves. എഡ്യൂക്കേഷൻ എന്ന രീതിയിലോട്ട് മുന്നോട്ട് നയിച്ച ഒരു വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുന്നത്. ബർത്ത്ഡേ വാസ് സെലിബ്രേറ്റഡ് ആസ് നാഷണൽ യൂത്ത് ഡേ. നാഷണൽ യൂത്ത് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിത രീതിയിൽ ഒരു റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. And from his childhood onwards, he completed his studies in Kolkata. He was very talented and very smart in his childhood. And I'm seeing that he was guided by his principal to Sri Ramakrishna Paramahamsa. You will also see God adoring. And that moment was his life-changing moment. Education വേറെ ഒരു തലത്തിൽ നിന്നാണ് നോക്കിക്കണ്ടത്. നമ്മളിൽ തന്നെ എക്സിസ്റ്റ് ആയ ഒരു വിഷയത്തെ നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയെയാണ് ആസ് ടീച്ചേഴ്സ് വി ഷുഡ് ഡു is that teachers അല്ലെങ്കിൽ പാരൻസ് ആണ് ഒരു സ്റ്റുഡൻറ്റിന് ഗുഡ് ക്വാളിറ്റീസ് അല്ലെങ്കിൽ പൊതുവെയുള്ള കാര്യങ്ങൾ ഇൻകൾക്കേറ്റ് ചെയ്യുന്നത്. ഇംപ്ലിമെന്റ് ദിസ് നാച്ചുറൽ ഇന്റഗ്രേഷൻ ഇൻ ദിസ് എഡ്യൂക്കേഷണൽ സ്റ്റഡി. ലീഡർ ആയിരുന്നു സ്വാമി വിവേകാനന്ദൻ. നമുക്ക് നല്ലൊരു തുടക്കം തരാൻ വേണ്ടി ഒരു വീഡിയോ പ്രസന്റേഷന് വേണ്ടി ഏറ്റവും പ്രിയപ്പെട്ട ദേവിയെ സ്വാഗതം ചെയ്തു. ചുറ്റുള്ളവരെന്ന് വിചാരിക്കുമെന്നുള്ളതൊന്നും നമ്മുടെ അച്ചീവ്മെൻറ്റിനെ തടസ്സപ്പെടുത്തുന്ന ഒന്നാകരുത്. നമ്മുടെ ഗോള് എത്തുന്നവരെ നമ്മൾ മാക്സിമം എഫേർട്ട് എടുക്കുക. അതിനുവേണ്ടി മാക്സിമം അത് വരുത്തുന്നവരെ നമ്മുടെ അറ്റംപ്റ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഈ കോഴ്സ് തന്നെ കംപ്ലീറ്റ് ചെയ്യുക, എല്ലാ അധ്യാപനം അധ്യാപികയായിട്ട് മാറുക, സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരിക. മോർണിംഗ് പത്രം എടുത്തപ്പോൾ ഒരുപാട് ന്യൂസ് ഉണ്ടായിരുന്നു. അതായത് പ്രതിയായ ഡൊമിനിക് മാർട്ടിൻ FBയിലെ ലൈവിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയായിരുന്നു ചെയ്തത്. വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഗാസയിലെ വാർത്ത. അത് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്കൊന്ന് പ്രസന്റ് ചെയ്യാം. യുദ്ധം 2ാം ഘട്ടത്തിലേക്കെന്ന് പ്രധാനമന്ത്രി. ഇതിലേക്കൊരു ഫണ്ണി ആയിട്ടുള്ള ഒരു ന്യൂസാണ് കൊണ്ടുവരുന്നത്. നാളെ എല്ലാവരും ഇത് പ്രതീക്ഷിച്ചിരിക്കുന്നു ഞാൻ വിചാരിക്കുകയാണ്. വലിയ ശബ്ദത്തോടെ മെസ്സേജ് വരും, ആരും പേടിക്കണ്ട. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ വാക്കുകളുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് അറിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും സാധിക്കും. എന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് നമ്മുടെ ആചാര്യ സിസ്റ്ററിനെ സ്വാഗതം ചെയ്തു. സ്കൂൾ ജീവിതത്തിൽ എനിക്ക് കുറേ ടഫായിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാലും ചില അവസരങ്ങളിൽ കുറച്ച് രസകരമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ 7th പഠിക്കുമ്പോഴാണ് പാസ് ചെയ്ത സമയത്ത്, അന്ന് ഞാൻ ലീഡർ ആയതുകൊണ്ട് അടുത്ത ആൾക്കാരൊക്കെ വിളിക്കേണ്ട ചുമതല എനിക്കായതുകൊണ്ട് ഞാൻ അവിടെ നിന്നത്. പക്ഷെ എൻ്റെ ഗിഫ്റ്റ് പാസ് ചെയ്ത് ക്ലാസ്സിലുള്ള എല്ലാവരും കണ്ടു, ഞാൻ മാത്രം കണ്ടില്ല. അവരെല്ലാം പൊട്ടിച്ച് വായിക്കുകയൊക്കെ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കൈ കിട്ടിയത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ പുറകെ ആര് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ആ പാഷൻ്റെ അപ്പുറം അതിക്കും മേലെ ഒന്നും പോവാത്ത പോലെ. അങ്ങനെ ഞാൻ ഭയങ്കര ജീസസിനോട് പാഷനേറ്റായി. തമാശകളും രഹസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒത്തിരി സന്തോഷം സിസ്റ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറയാൻ ഒരു മനസ്സ് കാണിക്കുന്നതിൽ സിസ്റ്ററുള്ള സ്നേഹം ഞങ്ങൾ അറിയിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ഒരു പുതിയൊരു ഇനിഷ്യേറ്റീവിനെ പറ്റി സംസാരിക്കാൻ, പുതിയ കാര്യങ്ങൾ ഞങ്ങൾ അറിയിക്കാനായിട്ട് ഞങ്ങളുടെ ഏറ്റവും ക്ലാസ് മെമ്പറായ നീന മിസ്സിനെ ഇതിലേക്ക് സ്വാഗതം. ഞാൻ പറയാൻ പോകുന്ന കാര്യം, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പുതിയ കാര്യം പഠിക്കുന്നത് തുടക്കട്ടെ. നിങ്ങൾ നമ്മളൊക്കെ വിളിച്ച് വളരെ സന്തോഷം. കംഫർട്ട് സോൺ, ഇത് എല്ലാത്തിനും കാര്യമാണ്. കംഫർട്ട് സോൺ, ഈ കംഫർട്ട് സോണിൽ നമ്മൾ നിൽക്കുമ്പോൾ ഓക്കെ. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ഒരു സംഭവിക്കും, ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. എന്താവും? ഒരു എക്സ്പീരിയൻസ്. ഈ എക്സ്പീരിയൻസ് നമുക്ക് എന്ത് തരും? ലേണിംഗ് നടക്കുന്നത്. ലോകത്തിനനുസരിച്ചാണ് നമ്മൾ പിന്നീട് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ലോകത്തിനനുസരിച്ചാണ് പിന്നീട് പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ പ്രാക്ടീസ് ഒരിക്കലും എന്തുണ്ടാവില്ല, പെർഫെക്റ്റ്. ഈ ഡിസ്റ്റൻസ് ആണ് വീണ്ടും നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ട് മാറുന്നത്. ഈ കോമ്പിറ്റൻസി നമുക്ക് തരുന്നത് എന്താണ്?
ഒരു കംഫർട്ട് സോണാണ്. ഈ പറയുന്ന സർക്കിളിനെയാണ് നമ്മൾ ലേണിംഗ് സർക്കിൾ എന്ന് പറയുന്നത്. എന്താ? ലേണിംഗ് സർക്കിൾ. അതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ പോസിറ്റീവ് അഫർമേഷൻ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് പുതിയ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റി. ഒരുപാട് പുതിയ അനുഭവങ്ങളാണെങ്കിലും നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് അറിയാൻ പറ്റി. നമ്മുടെ ഒരു വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നല്ല ടീച്ചിങ് ടൂള് നമുക്ക് അറിയാൻ പറ്റി. ഈ ഒരു പ്രോഗ്രാമിനെ എല്ലാ അർത്ഥത്തിലും കൂടെ നിന്ന എല്ലാവർക്കും ഫിസിക്കൽ സയൻസ് അസോസിയേഷന്റെ പേരിലുള്ള നന്ദി അറിയിച്ചിട്ടുണ്ട്.